കറിവേപ്പില കൊണ്ട് നമ്മൾ എണ്ണ വെച്ച് തലയിലൊക്കെ തേക്കാറുണ്ട് തലമുടി വളരാൻ. അതുപോലെ തന്നെ കറിക്കൊക്കെ രുചി കൂട്ടാനും നമ്മൾ കറിവേപ്പില ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കർക്കിടക മാസത്തിലും അല്ലാത്ത സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കറിവേപ്പില ഇതേപോലെ ഇറുത്തെടുക്കാം. ഏകദേശം 3 പിടിയോളം കറിവേപ്പില വേണം കേട്ടോ. ഇറുത്തെടുത്തതിന് ശേഷം ഇനി വേണ്ടത് കരിപ്പട്ടിയാണ്. 250 ഗ്രാമോളം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. ഇത് 500-ൻ്റെയാണ്. ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ, 250 ഗ്രാം. ഇതിനെ പാനിയാക്കി എടുക്കാം. ഇതാ കരിപ്പട്ടി പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചരിയാണ്. ഒരു 1/4 കപ്പ് പച്ചരി 1 ടീസ്പൂൺ ഉലുവയുമായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 3 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. കുതിർത്ത പച്ചരി കുറച്ച് സമയം വെള്ളം ഊറ്റി കളയാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ മതി. വെള്ളം ഊറിപ്പോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പച്ചരി അരിക്കൊന്നും വേണ്ട, അങ്ങ് പൊടിച്ച് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടാൽ മതി. കുറച്ച് തരിതരിപ്പോടെ പൊടിച്ചാലും സാരമില്ല കേട്ടോ. ഇതാ പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്. പച്ചരി പൊടിച്ചെടുക്കുമ്പോൾ കട്ടകളൊക്കെ കാണും, അതിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഇറുത്തെടുത്ത കറിവേപ്പില മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണേ. ഇതൊന്ന് അരഞ്ഞു വരുമ്പോൾ അടുത്ത് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി. ഇതാ കറിവേപ്പില അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 3 പിടിയോളം കറിവേപ്പില ഉണ്ട് കേട്ടോ. അരച്ചെടുത്ത കറിവേപ്പില ഇതാ പച്ചരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തുള്ളതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കിയെടുക്കണം. ഇത്തിരി ലൂസായിട്ട് കലക്കിയാലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ അരിപ്പൊടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കട്ടകളില്ലാതെ ഈ കൂട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇത് കലക്കിയെടുത്തത് കേട്ടോ. കറിവേപ്പിലയും ഉലുവയും ഒക്കെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ദഹനനാളത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. തലമുടി വളരാനും നല്ലതാണ് കറിവേപ്പില. അത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴോ ഒരുപാട് എഫക്റ്റ് ചെയ്യും കേട്ടോ തലമുടി വളരാനൊക്കെ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി പാനിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത്രയും ലൂസായിട്ട് കലക്കിയെടുക്കണേ, കാരണം നമുക്ക് ഇത് കട്ടിക്കാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കുറുക്കിയെടുക്കണേ. കരിപ്പട്ടിയിലും കറിവേപ്പിലയിലും ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തിലെ വിളർച്ച അകറ്റി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. പ്രസവരക്ഷാ മരുന്നായിട്ടും കറിവേപ്പില കുറുക്ക് ഉപയോഗിക്കാറുണ്ട്. മുതിർന്നവരിൽ ഉണ്ടാകുന്ന വിരശല്യം മാറ്റാനും ഈ കറിവേപ്പില കുറുക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിരശല്യം ഈ ഒരു കുറുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുമേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ കറിവേപ്പില കുറുക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. തലമുടി വളരാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ഒക്കെ ഈ കറിവേപ്പില കുറുക്ക് വളരെ നല്ലതാണ് കേട്ടോ. 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ചെറിയൊരു അളവിൽ ഇത് കൊടുക്കാം കേട്ടോ. ഇതാ കറിവേപ്പില കുറുക്കി വന്നിട്ടുണ്ട്. ഇതാ കട്ടകളില്ലാതെ ഇതുപോലെ ഉടച്ചുടച്ച് കുറുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതൊന്ന് കുറുക്കി കഴിക്കാൻ നോക്കണേ. കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും കറിവേപ്പില ധാരാളം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. വീട്ടിലുണ്ടാകുന്ന കറിവേപ്പിലയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വിനാഗിരിയിലോ മഞ്ഞപ്പൊടിയിലോ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കുറുക്ക് നന്നായിട്ട് കുറുകി ഇതാ പാകമായി വരണുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പരുവം. കുറുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ ചുക്കുപൊടിയോ ഏലക്കപ്പൊടിയോ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്കൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണേ. 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറുക്ക് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കണേ. കഴിയുന്ന പോലെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഉലുവയിലും കറിവേപ്പിലയിലുമുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും അമിനോ ആസിഡുകളും തലമുടി നന്നായി വളരാനും മുടി കൊഴിച്ചൽ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കും. അപ്പോൾ നമ്മുടെ കറിവേപ്പില കുറുക്ക് റെഡിയായി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കാൻ ആരും വിട്ടുപോകരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.